വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീടെത്തിയപ്പോ ഒരു വലിയ പെട്ടി പാർസല് ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ സിറ്റ് ഔട്ടില്. ഈ പാർസലിന്റെ അൺബോക്സിംഗ് ആണെങ്കിൽ എനിക്കിട്ടൊരു പണിയും കൂടിയായിരുന്നേ. ഞങ്ങൾ വരുന്ന വഴി ബേക്കറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പാക്കറ്റൊക്കെ എടുത്ത് ഒരു കവറിലിട്ട് അമ്മ എവിടെയോ ടാറ്റ പോവാണെന്നാണ് പറയുന്നത്. ഈ ഒരു പാർസൽ അൺബോക്സിംഗിൽ എനിക്ക് കിട്ടിയ പണി എന്താന്ന് വെച്ചാല് ഈ ഒരു പാർസൽ അൺബോക്സ് ചെയ്യുന്നത് വീഡിയോ എടുക്കാന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ എന്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കൊറിയർ വന്നു കഴിഞ്ഞാൽ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ എടുക്കാന്നുള്ളത് ഇക്കാക്ക് എന്ത് തിരക്കിലാണെങ്കിലും ഞാൻ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് എടുപ്പിക്കാറുണ്ട്. അതാണെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു 100 ടേക്കെങ്കിലും ഞാൻ ഓരോ ക്ലിപ്പിംഗ്സിനും എടുപ്പിക്കാറുണ്ട്. അപ്പൊ നിന്റെ മാത്രം കൊറിയറിന്റെ അൺബോക്സിംഗ് പോരാ, ഞാൻ ഓർഡർ ചെയ്യുന്ന കൊറിയറിന്റെയും കൂടി അൺബോക്സിംഗ് എടുക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ എന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് ഈ അൺബോക്സിംഗ് എടുക്കുന്നത്. നമ്മുടെ ചാനലിന്റെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ ലേഡീസ് ആയതുകൊണ്ടും ഇതൊരു മെഷീൻ ടൂൾ ആണ്, നമ്മുടെ ഓഫീസിലേക്ക് വാങ്ങിച്ചേക്കുന്ന കംപ്രസർ ആണ് കേട്ടോ. സോ ഇതത്ര നമ്മുടെ വ്യൂവേഴ്സിന് യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞിട്ടും എന്തായാലും നീ ഈ വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇക്കാക്ക് എടുപ്പിക്കുന്നത്. അതിനിടയിൽ കൂടെ ആണെങ്കിൽ സ്പെസിഫിക്കേഷൻ നോക്കാൻ വന്ന വാപ്പിച്ചേനെയും കൂടി ഇക്കാക്ക് കൊന്നനും കുത്തി കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു അൺബോക്സിംഗ് വീഡിയോന്റെ ഫോട്ടോ ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോ ബൈ.